നിങ്ങൾ സങ്കൽപ്പിക്കൂ, ഒരു ആഡംബര ഹോട്ടൽ മുറി, പുറത്ത് കനത്ത മഞ്ഞുവീഴ്ച. നിങ്ങൾ ബോധം വീണ് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ്. അവളുടെ മൃതദേഹത്തിന് ചുറ്റും ആയിരക്കണക്കിന് നോട്ടുകൾ ചിതറിക്കിടക്കുന്നു. നിങ്ങൾ പോലീസിനെ വിളിക്കാൻ നോക്കുന്നു, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ആ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലാണ്. ജനലുകൾക്ക് കൈപ്പിടികളില്ല. നിങ്ങളല്ലാതെ മറ്റൊരു മനുഷ്യൻ പോലും ആ മുറിയിലില്ല. അപ്പോൾ പിന്നെ ആരാണ് അവളെ കൊന്നത്? ഇതാണ് അഡ്രിയാൻ ഡോറിയ നേരിടുന്ന ചോദ്യം. സ്പെയിനിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ. ലോകം മുഴുവൻ അയാളെ കൊലയാളിയായി മുദ്രകുത്തി കഴിഞ്ഞു. പക്ഷെ അയാൾ പറയുന്നു താൻ നിരപരാധിയാണെന്ന്. അഡ്രിയാനെ രക്ഷിക്കാൻ വരുന്നത് വിർജീനിയ ഗുഡ്മൻ എന്ന വക്കീലാണ്. തോൽവി എന്താണെന്നറിയാത്തൊരു സ്ത്രീ. അവൾ അഡ്രിയാന്റെ മുന്നിലിരുന്ന് തന്റെ വാച്ചിലെ ടൈമർ ഓൺ ചെയ്തു. അഡ്രിയാൻ, നിന്നെ കൊടുക്കാൻ ഒരു പുതിയ സാക്ഷി തയ്യാറായി കഴിഞ്ഞു. നിനക്കെന്നോട് സത്യം പറയാൻ ആകെ 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ. നീ ഒളിച്ചു വെക്കുന്ന ആ രഹസ്യം എന്താണ്? അഡ്രിയാന്റെ ഉള്ളിൽ ഭയം നിറയുന്നു. അയാൾ വക്കീലിനോട് ഒരു പഴയ അപകടത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു രാത്രി ഒരു വിജനമായ കാട്ടുപാതയിൽ നടന്ന് ലോകമറിയാത്ത ഒരു വലിയ ചതിയുടെ കഥ. മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരു കാർ അപകടം. അവിടെ ഒരു നിരപരാധിയായ യുവാവ് കൊല്ലപ്പെട്ടു. ആ കുറ്റം മറച്ചുവെക്കാൻ അഡ്രിയാനും അയാളുടെ കാമുകി ലോറയും ചേർന്നെടുത്ത തീരുമാനങ്ങൾ അതവരെ ചെന്നെത്തിച്ചത് ഒരു വലിയ ചതിക്കുഴിയിലേക്കാണ്. മരിച്ച മകനെ തിരഞ്ഞ് ഒരു അച്ഛനും അമ്മയും അഡ്രിയാന്റെ പിന്നാലെയുണ്ട്. അവർക്ക് നീതി വേണം. പക്ഷേ പണവും സ്വാധീനവുമുള്ള അഡ്രിയാനെ അവർക്ക് എങ്ങനെ തൊടാൻ കഴിയും? ഈ ഹോട്ടൽ മുറിയിലെ കൊലപാതകത്തിന് ആ അപകടവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോ അഡ്രിയാൻ തന്നെ മെനഞ്ഞെടുത്ത ഒരു കള്ളക്കഥയാണോ ഇത്? വിർജീനിയ ഗുഡ്മാൻ അഡ്രിയാന്റെ ഓരോ വാദങ്ങളെയും പൊളിച്ചടുക്കുകയാണ്. മുറിയിലെ കൊലയാളി എങ്ങനെ വന്നു? ലോറയെ കൊന്നത് ആരാണ്? ഓരോ ചോദ്യത്തിനും അഡ്രിയാൻ നൽകുന്ന മറുപടികൾ നിങ്ങളെ അമ്പരപ്പിക്കും. പക്ഷേ ഒന്നോർക്കുക, നിങ്ങളിപ്പോൾ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നുമല്ല സത്യം. ഈ സിനിമയുടെ അവസാന 10 മിനിറ്റിൽ ഒരു ട്വിസ്റ്റ് കാത്തിരിപ്പുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ തല കറങ്ങും. അത്രയ്ക്ക് മാരകമായൊരു ക്ലൈമാക്സ്. ആരാണ് കൊലയാളി? അഡ്രിയാൻ നിരപരാധിയാണോ? അതോ അദൃശ്യനായ ആ അതിഥി സത്യമാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അറിയണമെങ്കിൽ നിങ്ങൾ ഈ സിനിമ കണ്ടേ തീരൂ. പേര് മറക്കണ്ട, ദി ഇൻവിസിബിൾ ഗെസ്റ്റ്.